ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഇന്നത്തെ ബ്ലോഗ് നരമ്പൻ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുള്ള ഒരു വറവാണ്. അതിനു വേണ്ടി ആദ്യം 1/2 കിലോ നരമ്പൻ എടുക്കാം. നമ്മളെ നാട്ടിൽ ഇനി നരമ്പൻ എന്നാ പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. അപ്പം അതിന് 1/2 കിലോ നരമ്പൻ, 3 പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് തന്നെ ഇടാം. പിന്നെ വേണ്ടത് 1 പാക്കറ്റ് ഉണക്കച്ചെമ്മീൻ. ഞാൻ 1 പാക്കറ്റ് ഉണക്കച്ചെമ്മീനാണ് എടുക്കുന്നത്. അപ്പം ഉണക്കച്ചെമ്മീനിൽ ഇതാക്കുന്ന വെച്ചാൽ അതിൻ്റെ തല വേറെ തടി വേറെ വെക്കണം. തല കളയാണ്ട അത് പച്ചടി ആക്കുമ്പം ഉണക്കച്ചമ്മന്തി ആക്കുമ്പോൾ അതിൽ വറുത്തിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പം 1 പാക്കറ്റ് ഉണക്കച്ചെമ്മീൻ എടുക്കുക. അതിൻ്റെ തല വേറെ തടി വേറെ ആക്കിയിട്ട് അങ്ങനെ വിരിച്ചെടുക്കാം. അങ്ങനെ എടുക്കും. അതിന് പിന്നെ വേണ്ടത് 1 മുറി തേങ്ങ, അത് വേറെ വെച്ച്, പിന്നെ 1 മുറി തേങ്ങ, കുറച്ച് കരിയാമ്പില, പിന്നെ 2-3 വെളുത്തുള്ളി, അതെല്ലാം എന്താക്കുന്ന വെച്ചാൽ ഒന്നാക്കി ഇടാം. പിന്നെ വേണ്ടത് 1.5 സ്പൂണ് മുളക് പൊടി, ലേശം പാകത്തിന് ഉപ്പ്, പിന്നെ മൺചട്ടി തീമ വെക്കാം. മൺചട്ടി എന്താക്കുക കാഞ്ഞി, പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലെന്താക്കുകയെന്ന് വെച്ചാൽ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് പിന്നെ ഉണക്കച്ചെമ്മീൻ ഇടാം. ഉണക്കച്ചെമ്മീൻ കുറച്ച് ചൂട് കയറിയിട്ട് വറക്കണം. വറുത്തി പിന്നെ എന്താക്കണം എന്ന് വെച്ചാൽ കുറച്ച് ചൂടിങ്ങനെ കയറുന്നില്ലൊരു മണം വരും. ഉണക്കച്ചെമ്മീൻ്റെ ഒരു ഇതറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ മണം വരുമ്പോൾ എന്താക്കുന്നത് വെച്ചാൽ കുറച്ച് സ്പീഡ് നല്ലോണം കുറക്കണം. സ്പീഡിൽ വെച്ചാൽ മതി. എന്നിട്ട് എന്താ വെച്ചാൽ അതിൽ കടുകലും പൊട്ടി പിന്നെ ഉണക്കച്ചെമ്മീൻ്റെ ഒരു മണം പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നരമ്പനിടണം. നരമ്പൻ ആ ചെറുങ്ങനെ മുറിച്ചതും പച്ചമുളകും അതിലിട്ടില്ലേ, അത് രണ്ടും യോജിപ്പിക്കണം. യോജിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പിന്നെ എന്താക്കുന്ന വെച്ചാൽ അതിലേക്ക് പച്ചമുളക്, മറ്റേ വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം മുട്ടിച്ച് അവിടെ വെച്ച് അതും യോജിപ്പിക്കുക. നല്ലോണം യോജിപ്പിച്ച് ഇതാക്കണം. എന്നിട്ട് 10 മിനിറ്റ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ട് നിൽക്കണം. എന്നെങ്കിൽ എല്ലാം ഒരേപോലെ മിക്സാകും. തേങ്ങയും നരമ്പനും അരിച്ചെമ്മീനും മുളകും കരിയാമ്പിലിയും വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പ് ഇടണം. ഞാൻ കുറച്ചേ ഉപ്പിട്ടില്ല. അരിച്ചെമ്മീന് സാധാരണ ഉപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം യോജിപ്പിച്ചിട്ട് വെക്കാം. അതിന് പിന്നെ 1.5 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മുളക് പൊടിയും ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് ഇളക്കിക്കോട് നിൽക്കണം. ഇളക്കിക്കോട് നിന്നിട്ട് ലേശം 1 ഗ്ലാസ് വെള്ളം വേണ്ട, 1/2 ഗ്ലാസും വേണ്ട. അതിൽ നരമ്പൻ ഒന്നാമത് വെള്ളം പൊന്തിക്കോന്ന് തരലാണ്. അപ്പം ലേശം വെള്ളം എന്താക്കുക കുടഞ്ഞ കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് 1/2 ഗ്ലാസും വേണ്ട. അത് ഒഴിച്ചിട്ട് കൊത്തിയിട്ട് വെക്കുക. കൊത്തിയിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ലോ ഓയിലെല്ലാം എടുക്കില്ലേ ഗ്യാസ്, അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പം കുറച്ച് വെള്ളം വറ്റിക്കോല് വരും. പിന്നെയും തുറന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം കറി പാകത്തിന് നോക്കാം. ഉപ്പ് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അതേ ഇട്ടാൽ മതി. അപ്പം ഇതുപോലെയാണ് ആവൽ. അതും തന്നെ കുറച്ച് വെള്ളം കുടിച്ച് ഇതാക്കിയിട്ട് പിന്നെ ആവൽ ഇന്നത്തെ രൂപമാകുമ്പം ഗ്യാസ് ഉണ്ടാക്കുന്നത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് വരും. ഒന്നാമത് മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളം വേണം. അത് പിന്നെ രണ്ടാമത് വറ്റിപ്പോടുക്കും. അപ്പം ഇത്രയുമാണ് ഈ അപ്പം നരമ്പനും ചെമ്മീനും വറുത്തത് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. എന്നാലേ നോട്ടിഫിക്കേഷൻ, ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ